ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും തീർത്ഥാടകരാണെന്നാണ് സഭ നമ്മളെക്കുറിച്ച് പറയുന്നത്. എവിടേക്കുള്ള തീർത്ഥാടകരാണ്? സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടകരാണ്. ഈ തീർത്ഥാടന യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ ക്ലേശങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ക്ഷീണവും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് ക്ഷീണവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നവരുടെ സഹായം നമ്മൾ തേടണം. നമുക്ക് മുമ്പേ യാത്ര ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത്. ഈ വിശുദ്ധരുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇന്നു മുതൽ നമ്മൾ അങ്ങനെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് മുമ്പേ ജീവിച്ച ഒത്തിരിയേറെ വിശുദ്ധരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങൾ. സാധാരണ നമ്മുടെ ഒരു വിചാരം ഈ വിശുദ്ധരാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, അത് സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമ്മളെപ്പോലെ തന്നെ വളരെ സാധാരണ ജീവിതം നയിച്ച് നമ്മളെപ്പോലെ തന്നെ കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ട് അതിജീവിച്ച ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്കുണ്ട്. അവരെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ടും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ആത്മീയ ഉന്മേഷങ്ങളും ചില പ്രബോധനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധരാകാം. ഇങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? നമുക്ക് ആ യാത്ര തുടങ്ങാം. വിശുദ്ധരോടൊപ്പം നമുക്കും യാത്ര ചെയ്ത് സ്വർഗത്തിലെത്താം.